തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്കായി ഇനി KSRTC ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാം. നഗരകാഴ്ചകളും ആകാശവും കണ്ടാസ്വദിച്ച് സുവോളജിക്കൽ പാർക്കിലെത്താം. KSRTC ഡബിൾ ഡെക്കർ ബസിന്റെ ഫ്ളാഗ് ഓഫ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും ചേർന്ന് നിർവഹിച്ചു. അപാരമായ സാധ്യതകളുള്ള പദ്ധതിയാണ് സുവോളജിക്കൽ പാർക്ക് എന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ജന്തുശാസ്ത്രത്തിൽ ഗവേഷണം നടത്താൻ ഉതകുന്ന പഠന കേന്ദ്രം കൂടിയായി സുവോളജിക്കൽ പാർക്ക് മാറണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥിനികൾ ഇവിടെ വന്ന് റിസർച്ച് ചെയ്ത് അവർ ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കാനും മൃഗങ്ങളെ കുറിച്ചുള്ള സുവോളജിയെ കുറിച്ചുള്ള എല്ലാ പഠനത്തിനും ഉള്ള സാധ്യത ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ തുടങ്ങിയത്. എല്ലാവരും മൃഗശാല, അതായത് 10-11 ഏക്കർ കിടക്കുന്ന മൃഗങ്ങളെ ഇച്ചിരി വിശാലമായി തുറന്നു വിടാം. മനുഷ്യൻ കൂട്ടിന്റെ ഉള്ളിലും അതങ്ങനെയാണ്. മനുഷ്യനെ കൂട്ടിലൂടെ പോകുമ്പോൾ പുറത്ത് കരടി വെളിയിൽ, അതിനെ തുറന്നു വിടുക. നമ്മൾ അടിയിൽ കൂടെ ഒരു തുരങ്കത്തിൽ കൂടെ പോവുക, തുരങ്കത്തിനകത്ത് വലയിടുക. ഞാനിതൊക്കെ സ്വപ്നം കണ്ടതാണ്. സുവോളജിക്കൽ പാർക്കിൽ മൃഗങ്ങളുടെ എണ്ണത്തിനല്ല പ്രാധാന്യം, ഇത് അസാമാന്യമായ ഒരു പ്രകൃതി പഠനശാലയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഒരു കാലത്ത് നഷ്ടത്തിലായിരുന്ന KSRTC ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ ഒഴുകിയിറങ്ങി യാത്രാ ട്രിപ്പുകൾ, ടൂറിസ്റ്റ് സംവിധാനങ്ങൾ എല്ലാം കൂടിയായി ലാഭത്തിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ ആ അപേക്ഷ വാങ്ങി പരിശോധിച്ച് മിനിറ്റുകൾക്കകം KSRTC തന്നെ ഒരു ബസ് മേടിക്കാനുള്ള നിർദ്ദേശം വാക്കാൽ തന്നെ അപ്പൊ കൊടുത്തു. പിന്നെ ഓർഡറായി അത് കൈമാറി. ഇന്ന് ഈ ബസ് വരുമ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് 1,98,00,000 രൂപ, അങ്ങനെ പറഞ്ഞാൽ 2 കോടി രൂപ കൊടുത്താണ് KSRTC ഇങ്ങനെ ഒരു ബസ് വാങ്ങി ഈ നാടിന്റെ അഭിമാനകരമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കി നൽകിയത്. തൃശൂരിന്റെ സവിശേഷതകളെയും സുവോളജിക്കൽ പാർക്കിനെയും അടയാളപ്പെടുത്തുന്ന ഡിസൈനാണ് ബസ്സിന് നൽകിയിട്ടുള്ളത്. തൃശൂർ പൂരവും പുലികളിയും ചെണ്ടമേളവും പഞ്ചവാദ്യവും കഥകളിയും മോഹിനിയാട്ടവും മൃഗങ്ങളും ഒക്കെ ബസ്സിന്റെ ഡിസൈനിന്റെ സവിശേഷതകളാണ്. രാവിലെ 8-നും വൈകിട്ട് 3-നും തൃശൂരിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് ഡബിൾ ഡെക്കർ ബസ് യാത്ര ചെയ്യും. ബസ്സിൽ കയറി നഗരക്കാഴ്ചകൾ കണ്ട പാർക്കിലൂടെ സഞ്ചരിച്ച് തിരികെ തൃശൂരിലെത്താം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.